പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ താരമാണ് ഗൗരി കൃഷ്ണൻ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ നടിയായി മാറിയ ഗൗരി കൃഷ്ണൻ തന്റെ ദാമ്പത്യ ജീവിതത്തിലെ വേർപിരിയലിനെ കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ആ സീരിയലിന്റെ തന്നെ പൗർണമി തിങ്കൾ എന്ന സീരിയലിന്റെ തന്നെ സംവിധായകനായ മനോജുമായി അടുത്തിടെയാണ് ഗൗരി വേർപിരിഞ്ഞത്. വ്ളോഗിലൂടെ ഇക്കാര്യം മുൻപ് പങ്കുവച്ച ഗൗരി പിന്നീട് തുറന്നു പറഞ്ഞത് അഭിമുഖത്തിലൂടെയാണ്. തനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാൻ ദാമ്പത്യ ജീവിതം സഹായിച്ചുവെന്ന് ഗൗരി പറയുന്നു. മനോജ് വളരെ നല്ലൊരു മനുഷ്യനാണെന്നും എന്നാൽ ഇരുവർക്കുമുള്ള താല്പര്യങ്ങളും സങ്കല്പങ്ങളും വ്യത്യസ്തമായിരുന്നുവെന്നും താരം പറയുന്നു. പുറത്തു പോകാനോ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനോ ആഗ്രഹിക്കാത്ത തനിക്ക് കുടുംബത്തോടൊപ്പമുള്ള സമയം, ഫാമിലി ടൈം വളരെ പ്രധാനമായിരുന്നു. എന്നാൽ അത് തനിക്ക് ലഭിച്ചില്ലെന്നും അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും ഗൗരി പറയുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായ ശരികളും ഇഷ്ടങ്ങളും ഉണ്ടെന്നും അത് മനസ്സിലാക്കി പരസ്പരം മാറിക്കൊടുക്കുകയാണ് വേണ്ടതെന്നും നടി പറയുന്നുണ്ട്. ബന്ധം വഷളാക്കി നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. മാസത്തിൽ 2-3 ദിവസമെങ്കിലും ഒരുമിച്ച് ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതുപോലും ലഭിക്കാതെ വന്നപ്പോൾ ആ ബന്ധത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. പങ്കാളിയുടെ സാന്നിധ്യമാണ് തനിക്ക് പ്രധാനം, അല്ലാതെ മാരീഡ് എന്നൊരു സ്റ്റാറ്റസ് മാത്രം കൊണ്ടു നടക്കുന്നതിൽ കാര്യമില്ലെന്നും ഗൗരി കൃഷ്ണൻ വ്യക്തമാക്കി. നിലവിൽ അഭിനയ രംഗത്ത് നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുന്ന ഗൗരി കൃഷ്ണൻ ഇപ്പോൾ പുതിയൊരു സീരിയലിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പുതിയൊരു സീരിയലിൽ നെഗറ്റീവ് കഥാപാത്രമാണോ അതോ പോസിറ്റീവ് കഥാപാത്രമായിട്ടാണോ താരം എത്തുന്നതെന്ന് അറിയാൻ വയ്യ. കാരണം മൃദുലയും സഹതാരമായി എത്തുന്നുണ്ട്. ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന സീരിയലാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. തന്റെ മികച്ച തിരിച്ചുവരവാണ് ആ സീരിയലിലൂടെ ഗൗരി നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും പ്രൊമോ തന്നെ ഇപ്പോൾ വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞു. താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നറിയിച്ചത്. കുറേ നാളുകളായി ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ അപ്ഡേറ്റ്സോ ഒന്നുമില്ലാതായതോടെ ആരാധകരുടെ നിരന്തരമായ ചോദ്യത്തെ തുടർന്നാണ് ആദ്യം ഗൗരി കമന്റുകളിലൂടെ ഞങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആണ്, ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല തുടങ്ങിയ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി തന്നെ മുന്നോട്ട് വന്നത്. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ഗൗരി ഒരു വീഡിയോ തന്നെ പങ്കുവച്ചു. കാരണം ഇമോഷണലി സ്ട്രോങ് ആയ ശേഷമാണ് ഗൗരി തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ശരിവെച്ചുകൊണ്ട് കാര്യകാരണ സഹിതമെല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞത്. തനിക്ക് ഭർത്താവ് എന്ന് പറയുമ്പോൾ എപ്പോഴും തൻ്റെ കൂടെ ഇരിക്കണമെന്നോ അങ്ങനെയുള്ള ആളല്ല താൻ, എന്നാൽ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല എന്നും തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം തനിക്ക് ആവശ്യമാണ്. അത് മാസത്തിൽ 2-3 തവണയാണെങ്കിൽ പോലും ആ 2-3 ദിവസം 2-3 മണിക്കൂറുകൾ ആണെങ്കിലും തനിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് ഗൗരി എല്ലാം തുറന്നു പറഞ്ഞത്. അതിനുശേഷം ഗൗരിയുടെ പഴയ ഇന്റർവ്യൂസ് പലതും കുത്തിപ്പൊക്കിക്കൊണ്ട് പാപ്പരാസികൾ എത്തിയിരുന്നു. ഗൗരി വിവാഹം കഴിഞ്ഞ സമയത്ത് ഗൗരിയുടെ വിവാഹം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ സമയത്ത് ഗൗരി മണ്ഡപത്തിൽ കയറി ക്യാമറാമാനോട്, അതായത് ഫോട്ടോഗ്രാഫേഴ്സും സിനിമാ സീരിയൽ രംഗത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് മീഡിയകളൊക്കെ വന്നിരുന്നു. ഇതൊന്നും തങ്ങൾ അറിയിച്ചിട്ട് വന്നതല്ല, അറിഞ്ഞു വന്നതാണെന്ന് ഗൗരി വ്യക്തമാക്കിയിരുന്നു. ആ ഭാഗത്ത് മണ്ഡപത്തിന് മുന്നിൽ ഇരുന്ന ആളുകളൊക്കെ കല്യാണം കാണാൻ പറ്റുന്നില്ല, ഇത് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗരി തന്നെയാണ് മുന്നോട്ട് വന്ന അത് ഇവരോടെല്ലാം മാറി നിൽക്കാനൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല സ്വർണം ഇട്ടില്ല എന്നൊരു കാരണത്തിനും താൻ ഒരുപാട് പരിഹാസം കേൾക്കേണ്ടി വന്നെന്ന് ഗൗരി പറയുന്നുണ്ട്. അതേസമയം ഇവർ ഈ വിവാഹത്തിന് ശേഷമുള്ള 1-2 ഇന്റർവ്യൂസിന്റെ ചില കട്ടുകളൊക്കെ പുറത്തു വന്നതിൽ തന്നോട് ഒരിക്കൽ പോലും ഐ ലവ് യു എന്ന് പോലും തന്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല എന്ന് ഗൗരി തുറന്നു പറയുന്നുണ്ട്. താൻ ആക്ട്രസ് ആണല്ലോ, താൻ എപ്പോൾ വേണമെങ്കിലും പറയും. അവിടെ വച്ച് താൻ ഭർത്താവിനോട് ഗൗരിയോട് പറയാൻ ഐ ലവ് യു എന്ന് പറയാൻ ആവശ്യപ്പെടുമ്പോൾ മടിക്കുന്ന മനോജിനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പോഴും സാർ എന്ന് തന്നെയാണ് ഗൗരി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. തനിക്ക് പറയാം, തനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ തൻ്റെ ഭർത്താവിനോട് ഗൗരി അത് പറയുന്നുണ്ട്, ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിരിക്കുകയാണ് എന്ന് ഭർത്താവ് ചിരിച്ച് തലയാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെയും എക്സ്പ്രഷൻ, വേറൊന്നും തിരിച്ചു പറയില്ല എന്ന് ഗൗരി ഇപ്പോഴും തന്നെ പറയുന്നുണ്ട്. ഒരു ഐ ലവ് യു ഗൗരിയോട് പറയാമോ എന്ന അവതാരികയുടെ ചോദ്യത്തോട് പിന്നെന്താ, എപ്പോഴും പറയുന്ന പോലെ കോമൺ ആയിട്ട് പറയുന്ന പോലെ ഐ ലവ് യു എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തൊരു
ഐ ലവ് യു ആണ് ഇതെന്ന് കണ്ട ആളുകളെല്ലാം അന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ കമന്റുകളിലെല്ലാം ഇത്രയും സ്നേഹത്തോടെ നോക്കുന്ന ഗൗരിയെ അത്രയും പോലും സ്നേഹമില്ലാതെ, ഗൗരി എന്നൊരു മനുഷ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാതെയുള്ള പ്രതികരണമാണ് ആ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നൊക്കെ ഇന്ന് കൂടുതൽ അത് വ്യക്തമാകുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്.